മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. 2 മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇന്നലെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നടത്തിയത്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ദിനമാണ് ഇന്ന്. ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജാമ്യം ലഭിക്കുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇനി കോടതി നടപടികൾ എപ്പോഴേക്കായിരിക്കും ആരംഭിക്കുക? കൂടുതൽ വിവരങ്ങൾ. രാവിലെ 11 മണിയോട് കൂടിയായിരിക്കും കേസിലെ വിധി വരിക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് തിരുവല്ല കോടതി മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയും. ഇന്നലെ ഈ കേസ് പരിഗണിച്ച സമയത്ത് ഏകദേശം 2 മണിക്കൂറിലധികമായിരുന്നു വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പറയുന്നത് അറസ്റ്റ് ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. അത് ആദ്യം മുതലേ ഈ ഒരു കേസ് ഉണ്ടായ സമയം മുതലേ പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ചട്ടവിരുദ്ധമായി തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രിയിലാണ് ഇത്തരത്തിൽ പോലീസ് ഹോട്ടലിലെത്തി അറസ്റ്റ് ചെയ്യുന്നത്. അത് വ്യക്തമായ കാരണങ്ങൾ പറയാതെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് മാങ്കൂട്ടത്തിൽ ആദ്യം മുതൽക്കേ ഉന്നയിക്കുന്ന ഒരു കാര്യം. അത് തന്നെയാണ് ഇപ്പോഴും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചട്ടവിരുദ്ധമായാണ്. അതേപോലെ തന്നെ യുവതിയുമായുള്ളത് പരസ്പര സമ്മതത്തോടെ നടന്ന ബന്ധമാണ് എന്നാണ് മാങ്കൂട്ടത്തിലും അതിൽ പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം ആദ്യമേ നിരത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ MLA-ക്കെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വേണം അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കണം എന്നൊരു ആവശ്യമാണ് SIT കോടതിയിൽ ഉന്നയിച്ചത്. 2 മണിക്കൂറാണ് ഇന്നലെ ഈ ഒരു കേസിൽ വാദം നടന്നത്. കേസ് പരിഗണിച്ച സമയം മുതൽ തന്നെ അതിജീവിത മുന്നോട്ട് വെച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇനി SITയുടെ ഒരു നീക്കം അതിജീവിതയുടെ മൊഴി എടുക്കാനാണ്. അതായത് ഓൺലൈനായിട്ട് അതിജീവിതയുടെ മൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്കാണ് SITയും പ്രോസിക്യൂഷനും നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മൊഴിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ കുരുക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മൂന്നാം ബലാത്സംഗ കേസിൽ ഇന്ന് ഏറെ നിർണായകമായ വിധി വരാനിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചിടത്തോളം ജയിലിനകത്തോ അതോ പുറത്തോ എന്നറിയാനായിട്ട് ഇനി 11 മണിക്ക് ആ വിധി വരുമ്പോഴായിരിക്കും അക്കാര്യം അറിയാൻ സാധിക്കുക. എന്തായാലും ആദ്യത്തെ 2 പരാതികളിൽ ആദ്യത്തെ പരാതിയിൽ കോടതി അറസ്റ്റ് തടയുന്നു. രണ്ടാമത്തെ പരാതിയിൽ ജാമ്യം നൽകുന്നു. വീണ്ടും ഒരു പരാതി ഉയരുന്നു. അതും സമാന സ്വഭാവമുള്ള പരാതി തന്നെയാണ്. അതിലാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ ഇന്ന് 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കി തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ 2 പരാതികൾ ഉണ്ടായ പോലെ തന്നെ സമാനമായ ആരോപണം. അതിൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് വന്ന സുഹൃത്ത് ഫെനി നൈനാന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ നമ്മൾക്ക് മുമ്പിലുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളും ഒക്കെ തന്നെയാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ അതിജീവിത ഇത്തരത്തിൽ തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ടൊരു ശബ്ദ സന്ദേശം പുറത്തുവിടുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തി കണ്ടതും അതുപോലെ തന്നെ ഇത്തരം ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഈ 2 പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ പരാതികൾ ഉയരാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് താൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും കണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അതിജീവിത വ്യക്തമാക്കുന്ന ഒരു കാര്യമൊക്കെ ആ വോയിസ് ക്ലിപ്പിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് ഇന്നലെ പരിഗണിക്കവേ പ്രോസിക്യൂഷൻ അതിജീവിതയുടെ മൊഴി എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ആ അതിജീവിത നാട്ടിലില്ല, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയിലേക്ക് കടക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിക്ക് തന്നെ വിധി പറയുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ നാടകീയമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കേസ് വന്ന സമയത്ത് തന്നെ വൻ പ്രതിഷേധമായിരുന്നു ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും. അതായത് ഈ DYFI ആയാലും യുവമോർച്ച ആയാലും ഒക്കെ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയതിനു ശേഷം നാടകീയമായാണ് കോടതി പരിസരത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലേക്ക് എത്തിച്ചത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. ഇന്നറിയാം 11 മണിയോടുകൂടി അറിയാൻ സാധിക്കും അകത്താണോ പുറത്താണോ എന്നുള്ള കാര്യം. എന്തായാലും ഏറെ നിർണായകമായ ഒരു വിധി തന്നെയാണ് ഈ ഒരു കേസിൽ വരാൻ പോകുന്നത്. ശരി, മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയുന്നത്. 2 മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇന്നലെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നടത്തിയത്. ഇന്നായിരിക്കും അതിൽ നിർണായകമായ വിധി വരിക. പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് SIT ഇപ്പോൾ ഉള്ളത്. 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിച്ച് 11 മണിക്ക് ശേഷം വിധി വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.